Hey guys, good morning and welcome to a പുതിയ വ്ളോഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് ഈ ഗിഫ്റ്റ് കൂമ്പാരങ്ങളുടെ ഈ സാധന കൂമ്പാരങ്ങളുടെ നടുക്ക് ഞാനൊരു ചാർജർ തപ്പുകയാണ് ഗൈസ്. എന്റെ R6ന്റെ ക്യാമറയുടെ ചാർജറും അതിന്റെ ബാറ്ററിയും ഇത് കാണാനില്ല ഗൈസ്. ഇതിന്റെ ഇടയിൽ എവിടെയോ മുങ്ങിപ്പോയി. സന്ദീപ് കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ആ ബാസ്ക്കറ്റിന്റെ അകത്ത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാടാ അത് ഗൈസ്? കാവടി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറയ്ക്കകത്ത് ഒരു ബാറ്ററി ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ഇപ്പൊ അത് ഓടുന്നത്. ബട്ട് അല്ലാതെ അതിന്റെ ഒരു ചാർജറും ആ ബാറ്ററിയും കൂടി ഇവിടെ എവിടെയോ കൊണ്ടുവച്ച് അതിപ്പോ കാണാനില്ല ഗൈസ്. ഈ അഗാധമായ ഈ സാധനങ്ങളുടെ ഇടയിൽ അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഗുഡ് മോർണിംഗ്, എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിശേഷം? രാവിലെ തന്നെ ഇന്നത്തെ പ്ലാനുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നമ്പർ 1, ഗംഗയുടെ വീട്ടിൽ പോകുന്നു. ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു. ഗംഗയ്ക്ക് ആക്ച്വലി ഞാനും ശരണ്യയും അസു ചേച്ചിയും കൊണ്ട് ചേർന്ന് അവളുടെ വീട്ടിലത്തേക്ക് ഒരു വലിയ TV വാങ്ങി കൊടുക്കാനായിട്ടുള്ള പ്ലാനാണ് ഗൈസ്. ആ TV വാങ്ങി കൊടുക്കുമ്പോൾ ഇപ്പൊ പതുക്കെ പറയുന്ന കാര്യമുണ്ട്. കൊടുക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് സന്ദീപ് പറയണം അവൻ്റെ വീട്ടിലോട്ട് അവനൊരു TV എടുക്കണമെന്ന്. സർപ്രൈസ് ആയിട്ട് എന്തുകൊണ്ട് അവനോട് ഒരു TV എടുത്തു കൊടുത്തൂടാ? അച്ഛാ, എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? സന്ദീപിന് നമ്മളൊരു TV എടുത്തു കൊടുക്കാൻ പോകുകയാണ് അല്ലേ? അവനൊരു TV വേണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു 32 ഇഞ്ചിൻ്റെ TV എടുക്കണം, വീട്ടിലത് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവൻ അറിഞ്ഞുകൂടാ ഞാൻ എടുത്തു കൊടുക്കണ കാര്യം. അവ അവിടെ നിന്ന് സാധനം തപ്പിക്കൊണ്ടിരിക്കുകയില്ല. അപ്പം നൈസായിട്ട് ഗംഗയ്ക്ക് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവനൂടെ എടുത്തു കൊടുക്കാം അല്ലേ? അത് പൊളിക്കുമെന്നാണ് കേസ്. അപ്പോ എന്തായാലും നമ്മുടെ വ്ളോഗ് അങ്ങനെ നമ്മൾ തുടങ്ങിയൊക്കെയാണ്. അവിടെ വീട്ടിൽ പണി നടക്കുന്നത് കാരണം ലേഡി ഇവിടെ കൊണ്ട് കെട്ടിയൊക്കെയാണ്. ഇവിടെ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റണില്ലല്ലേ? എടി നിന്റെ കണ്ണും കാണാൻ പറ്റില്ല, പല്ല് കാണിക്കടി. ഇത് ഇവിടെ കാണാൻ എന്ത് പറ്റാത്ത? അതാണ്ട കേസ്, ഇതാണ്ട. അയ്യോ, അവിടെ കെട്ടി വെച്ചേക്കാണ് കേസ്. കാരണം ഇല്ലെങ്കിൽ ഇവിടെ പെരയുടെ മൊത്തം കിടന്ന് ഓടിക്കളയും. ഓക്കെ, ഇനി ഞാൻ കുളിച്ചു, രാവിലെ ഫ്രഷ് ആയി, പുതിയ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് ഇത് ഹാഷ് ബോക്സ് എന്ന് പറഞ്ഞ് നമ്മളെ ഹാഷിമളിയും തുടങ്ങിയ പുതിയ അപ്പാരൽ വെബ്സൈറ്റിൽ നിന്ന് അവൻ എനിക്ക് അയച്ചു തന്നതാണ് ഗൈസ്. hashboxapparels.com. നിങ്ങൾ ടീഷർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ശരണ്യെ പൊക്കിക്കൊണ്ട് നേരെ പോകട്ടെ കരിക്കുഴിയിലേക്ക്, ഗംഗയുടെ വീട്. അവിടെ ഇവിടെയും ചാന്ത് കുഴക്കണ സിമെന്റ് എക്സ്ട്രാ വന്നോണ്ടാണെന്നാണ് ഗൈസ്. എന്റെ ബൈക്കിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവിടെ കയറി ഇരിക്കാനായിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോമിലൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അച്ഛൻ എന്റെ അപ്പച്ചിമാർക്ക് ഹോം ടൂർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്. ഇങ്ങോട്ട് നോക്കി അപ്പച്ചി, ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നോക്കിയാണ് ബ്ലിങ്കേഴ്സ് പറഞ്ഞിരിക്കണത്. അച്ഛൻ ടൂറിക്കേ ഉള്ളൂ, അല്ല ടൂർ കണ്ടിന്യൂ ചെയ്തോളൂ. എന്താ രാവിലെ ചിരിക്കണത്? നമ്മുടെ ഡ്രസ്സിംഗ് റൂമും കംപ്ലീറ്റ് പൂശി കഴിഞ്ഞു, വെള്ളം ഒഴിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗോസ്റ്റ് ലേഡി തലയുടെ 3 ഹോളും അടച്ചു. പിന്നെ ഇവിടത്തെ കുഴി ഇതും കംപ്ലീറ്റ് ആക്കി. ഇത്രയും ഡെപ്ത് വരുമല്ലോ ഗൈസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് പൊക്കും, പക്ഷെ എന്നാലും നമ്മൾ അവിടെ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ മറ്റത് ഇവിടെ തല തട്ടുമായിരുന്നു. ഡ്രസ്സിംഗ് റൂം ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അവിടെ തല തട്ടൂല, കുറച്ച് താഴോട്ട് ഇറക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഷവറും വരും, ഇവിടെ ആയിട്ട് ബാത്റൂമും വരും. എനിക്ക് തോന്നുന്നു ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്തായിരിക്കും ഒരു വാഷ് ബേസിനും വരും. എന്നിട്ട് ഈ ജനൽ കംപ്ലീറ്റ് ആയിട്ട് മൂടും. അപ്പോൾ ഈ വീട്ടില് ഈ പടിപ്പുറയിൽ ഒരു ബാത്റൂം സെറ്റ്. പണ്ട് ഇത് നെയ്ത്തുശാലയായിരുന്നു ഈ വീട്. എന്റെ അപ്പൂപ്പന്റെ, എന്റെ അച്ചാച്ചന്റെ ഒക്കെ സമയത്ത്, അമ്മച്ചിയുടെ അച്ഛന്റെ സമയത്ത് നെയ്ത്തുശാലയായിരുന്നു. അപ്പൊ അന്ന് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇവിടത്തെ നെയ്ത് നല്ല മുണ്ടുകളും കൈത്തറികളും ഒക്കെ വിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അതും ആരും നോക്കി നടത്താനില്ലാതെ പോയി. ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അന്ന് ഇത് ചാണകം വഴിയെ തറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഗ്രാജുവേഷനോ PGക്കോ പഠിക്കുന്ന സമയത്താണ് ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി ഒന്ന് നമ്മൾ സിമെന്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങളിത് കാണുന്ന ഷേപ്പിലോട്ടാക്കിയത്. ഇനി ഇത് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഒക്കെ വന്നൊരു ഫുൾ ഫ്ലെജ്ഡ് ഒരു കുഞ്ഞു വീട്, ചെറിയ വീട് തന്നെയാണ് ഗൈസ്. ഒരു ബാത്റൂം വേണം, ഒരു ബെഡ്റൂം വേണം, ഒരു ഹാള് വേണം, ഡ്രസ്സിംഗ് റൂം വേണം, അടുക്കള തൊട്ടപ്പുറത്തുണ്ടല്ലോ. സോ ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട് വെച്ചോണ്ടിരിക്കണം. നമ്മള് പൊളിക്കും ഗൈസ്. ഇനി ഇറങ്ങണ്ടേ, സ്റ്റുഡിയോയിലോട്ട് പോകാം. ഇന്നലെ രാത്രി വന്നപ്പോ നേരെ കാണിച്ചു തരാൻ പറ്റിയില്ല ഗൈസ്. ഈ ഭീമാകാരമായ സത്വത്തിലാണ് അനന്ത് സ്റ്റേ ചെയ്യണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും കേട്ടാ, ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു എന്ന്. സോ എത്ര പെട്ടെന്നാണല്ലേ സമയം പോകുന്നത്. അനന്തു ശരണ്യ കല്യാണം കഴിഞ്ഞ് അടുത്ത ഇനിയിപ്പോ ഈ വർഷം ഒരു പാതിയോട് കൂടി എന്റെ കല്യാണം കഴിയുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞുകൂടാതെ കഴിഞ്ഞിട്ടില്ലാത്ത കൂട്ടുകാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കണു. എന്റെ റൂം ഇതാണ് സുഹൃത്തുക്കളെ. ഹലോ അളിയാ, എടാ ഞാൻ പറഞ്ഞു തരായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ മറന്നു പോകുന്നു.
ഓ ഇതാണപ്പോ നീ നിക്കണ സ്ഥലം അല്ലേ അളിയാ? വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പഴയ നാലുകെട്ടിന്റെ ഒക്കെ അകം പോലെ ഉണ്ടല്ലോടാ. പോണ്ടേ? സർപ്രൈസ് കൊടുക്കണ്ടേ അവക്ക്? അവള് സർപ്രൈസ് ആവോ? ആവൂല്ലേ? ആണല്ലേ? സർപ്രൈസ് ആക്കും കഴിച്ചു. നമ്മള് ഗംഗക്ക് ഒരു TV മേടിച്ചു കൊടുക്കുകയാടാ. സെറ്റ് നമ്മള് പൊളിക്കും. ഓക്കെ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ കേസ് വരെ പൊക്കിക്കൊണ്ട്. ഇതെന്തൊരു ആണല്ലേ? ഇതെന്തോന്നടി ഇത്? ഇതാണ് എന്റെ മേക്കപ്പ്, ഫൗണ്ടേഷൻ. ഓ അയ്യോ ഞങ്ങൾ എവിടെ നിന്ന് ഇനിയിപ്പോ ഇറങ്ങട്ടെ ഗൈസ്. ഒരു ചെറിയ അപ്ഡേറ്റ്, ഞാൻ അവിടെ പോകുന്നു എന്നുള്ള സർപ്രൈസ് എവള് പൊളിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ? ഞാനുണ്ട്, കാർത്തിയുണ്ട്. ഇന്നലെ ഇഫ്താർ വിരുന്നിരുന്ന് ഞാൻ ചെയ്ത ആക്ടിംഗ് ഒക്കെ എല്ലാം വേസ്റ്റ് ആയല്ലോടി. ഇന്നലെ ഞാനും സർപ്രൈസ് ആയിരുന്നു ഗൈസ്. എന്തായാലും ആ സർപ്രൈസ് പോയ സ്ഥിതിക്ക് ഇനി പോയവളെ സർപ്രൈസ് ചെയ്യാം. ഐ മീൻ TV കൊടുത്ത്. ലാലേട്ടാ ഒരു TV വാടാ. അകത്ത് ലാല. ഓക്കെ ഗൈസ് നമ്മളൊരു TV സെലക്ട് ചെയ്ത് അത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് വിദൂരതയിൽ എടുത്തു നിന്ന് TV നോക്കണത്. നീ എന്തിനാ ഇവിടെ റിലാക്സ് ചെയ്യണത്? ഓഹോ അതെ അതെ, അതിന് ഇവിടത്തെ സോഫ തന്നെ വേണോ അല്ലേ നിനക്ക്? എടി ഞാൻ വിചാരിക്കണേ അവ സന്ദീപിനും കൂടെ ഒരു TV എടുത്ത് കൊടുക്കാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ നോക്കടാ, എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യല്ലേ, അവൻ ഇഷ്ടപ്പെടണങ്ങ് മേടിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വരട്ടെ. അതുകൊണ്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കണ കണ്ട, അവിടെ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ. ഓക്കെ ഉദയാന്ന് പറഞ്ഞു. ഇപ്പോൾ 15 കണ്ടടി അവൻ നിന്ന് നോക്കിയായിരുന്നു കേട്ടോ. ക്യാഷ് ഇല്ല പക്ഷെ അവൻ്റെ കയ്യിൽ. സെറ്റ് ബ്രോ ഇതൊരെണ്ണം എടുത്തോ, ഇതൊരെണ്ണം പാക്ക് ചെയ്തു. ഈ TV സർപ്രൈസ് അറിയാതെ പറയണ്ട, എടുത്താൽ മതി. ഓക്കെ എടാ സന്ദീപേ, ഗംഗക്കെടുത്ത TV എങ്ങനെ സെറ്റ് അല്ലേ? അപ്പൊ അത് പാക്ക് ചെയ്യാൻ പറഞ്ഞില്ലടി. ക്ലോസ് ചെയ്തപ്പോഴും 700 അവിടെ വെച്ച് ബുക്ക് ചെയ്തു. എന്തിനു പറഞ്ഞു? അത് കുഴപ്പമില്ല, അപ്രൂവൽ ആവില്ല. ആണോ? 650 ഇവർക്ക് ലിമിറ്റ് ഉണ്ട്. 700 ഉണ്ടെങ്കിൽ, അതായത് 50 മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതാവും. പിന്നെ എടുക്കാം അല്ലേ? ഇതല്ലേ പറഞ്ഞത്, ഓണമല്ലേ പറഞ്ഞത്. ഓക്കെ സഭ അവിടെ ഇരിക്കുകയാണ്. പാവം നല്ല വിഷമം മറ്റു മുഖത്തുണ്ട് കേട്ടോ, അത് വാങ്ങാൻ പറ്റാത്തുള്ള വിഷമം. ഇതാണ് ഗൈസ് TV ഇപ്പൊ സെറ്റപ്പായി കൊടുക്കും. അവന്റെ എല്ലാ ഇതും ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കും. എടാ സന്ദീപേ, ഗംഗയ്ക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെടുവോ? പിന്നെ ഇഷ്ടപ്പെടാത്തത് കുറഞ്ഞു പോയാ? ഇല്ലല്ല, നിനക്കൊരു TV വേണ്ടേ? വേണം, എന്തോ ഒരു മണം വരുന്നുണ്ട്. അത് നിന്റെ TV ആണ്. എനിക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു. ചുമ്മാ ഡൗട്ട് അടിച്ചായിരുന്നു. അതെന്താടാ ഡൗട്ട് അടിച്ച? എന്തിനുണ്ട്? എന്റെ അടുത്ത് വന്നേ കാര്യരീതി എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കൊരു എടാ അത് മേടിച്ചോടാ, നിനക്കുള്ള TV ആണ്. നീ EMI അടച്ചിന് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അടച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നിട്ടേ അവിടെ വന്നിട്ട് അപ്പൊ എന്റെ കാര്യങ്ങൾ EMI ഒന്നും കിട്ടില്ല. എനിക്കൊരു ഡൗട്ട്. നീ എത്ര ആളാണ് ഇപ്പൊ എന്റെ കൂടെ? 4 വർഷമായി. 4 വർഷത്തിൽ എക്സ്പീരിയൻസ് കഴിഞ്ഞൊന്നും പറഞ്ഞ് നടക്കുന്നു. നീ ഹാപ്പി ആണ്? വിഷമമുണ്ട്, ഹാപ്പിയുണ്ട്. എന്തിനാ വിഷമം? സന്തോഷം കൊണ്ടുള്ള നീ എന്റെ ചെറുക്കനല്ലേടാ, നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പിന്നെ 4 നീ വർഷങ്ങൾ വരാൻ കിടക്കണേ ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞു ഞാൻ മരിക്കുന്ന കാലം കൂടെ കാണും. വിഷമം അതൊക്കെ പോട്ട്, ഒന്നുമില്ല, വിഷമിക്കൊന്നും വേണ്ട, അത് സന്തോഷം കൊണ്ടുള്ളതാണ്. അങ്ങനെ എന്റെ ചെറുക്ക ഹാപ്പിയായി. ഇനി പെങ്ങളെ കൂടെ പോയി ഹാപ്പി ആക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോഴാണ് നിനക്ക് ഡൗട്ട് അടിച്ചതല്ലേ? അതിന് മുന്നേ വരെ ഞാൻ ഒളി ക്യാമറയിൽ എടുത്തോണ്ടിരിക്കുന്നു ഇതൊക്കെ. രാവിലെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അച്ഛതാണ് പറഞ്ഞത് വാങ്ങി കൊടുക്കാൻ. ഓക്കെ ഇനി ഗംഗക്കുള്ള സാധനം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങട്ടെ ഇവിടെ നിന്ന്. നീ ഹാപ്പിയാണ് ആ TV? മനസ്സ് നിറഞ്ഞ ഹാപ്പി. നീ സെലക്ട് ചെയ്ത മോഡൽ കുറച്ചുകൂടെ വലുത് ആണോ? ഉറപ്പ് തന്നെ? ആ ഓക്കെ. ഇത് ഞാൻ TV ഒന്നും ഞാൻ വലുതായിട്ട് കാണില്ല, വീട്ടിലെ അമ്മയല്ലേ. മാമികയാണല്ലേ? അപ്പോ ഗൈസ് ഇനി അടുത്ത നമ്മൾ പോവുകയാണ് കരിക്കുഴിയിൽ ഗംഗയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി. അവളും ഇത് കണക്ക് പറയുന്നത് എനിക്ക് അറിയായിരുന്നു, നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരായിരുന്നു. അയ്യോ ഭയങ്കര വെളിച്ചം. ഓക്കെ നമുക്കിനി നേരെ ഗംഗയുടെ വീട്ടിലോട്ട് പോവാം. ഈ വണ്ടിയില്
TV അങ്ങ് എത്തിക്കോളും. അയ്യോ അയ്യോ പുഴുകണേ, എന്തൊരു ചൂട്. ഓക്കെ, ഇനി ഗംഗയുടെ വീട്ടിലോട്ട്. ഇതൊരു ചൂട്. അങ്ങനെ നമ്മൾ ഗംഗയുടെ ഗൃഹത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാല് കാച്ചിന്റെ അന്ന് വന്നതായിരുന്നു. ഇതെന്താ ഇവള് ഭയങ്കര വർക്കിംഗ് ഔട്ടൊക്കെ. ഓ മൈ ഗോഡ്. ഗംഗ മക്കളെ, ഹലോ ഹലോ. സുഖല്ലേ എനക്ക്? നീ എന്താ പല്ലം തേക്കാൻ രാവിലെ എഴുന്നേറ്റിരിക്കണത്? മക്കളെ നിനക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുവാടി. അയ്യോ അയ്യോ, ഇതാരാ? നനഞ്ഞിരിക്കാനടി. അവൻ എന്ത് പറ്റി? കുളിപ്പിച്ചാ? ആണാ? മകളെ വന്നേടി. ഹാപ്പി ഹൗസ് വാമി. ചുമ്മാ ഞാൻ വിചാരിച്ചു ഇവര് ആ ഓട്ടോ ഇല്ല എന്തിനാ എടുത്തേന്ന്. നിന്റെ വീട്ടിലത്തേക്ക് ഒരു TV, ഞാനും ശരുവും അസു ചേച്ചിയും കൂടെ. ചേച്ചിണ്ടല്ല ഗിഫ്റ്റ് അയക്കാൻ അഡ്രസ് ചെയ്യാൻ ഓടി പൊക്കോളാം. കൊടുത്തു വിട്ടടി അസു ചേച്ചി. TV മേടിച്ചില്ലല്ലോ. ഞാൻ കാരണം മേടിക്കായിരുന്നു. എനിക്കറിയാം എന്താണെന്നറിയോ, ഞാനേ ഇന്ന് സർപ്രൈസ് എല്ലാരും പ്രൊഡിക്റ്റ് ചെയ്യണല്ലോ. നിനക്കറിയാലോ സർപ്രൈസ് അല്ല, ഇത് എന്തെന്നറിയോ, നന്ദു എന്റെ അടുത്ത് ഞാൻ TV വാങ്ങണായിരുന്നു. ഞാൻ പറഞ്ഞ് ആമസോണിൽ നിന്ന് വാങ്ങാൻ ഞാൻ കാർട്ടിലൊക്കെ ഇട്ടേക്കായിരുന്നു. ഞാൻ പറഞ്ഞു വാങ്ങട്ടാടാ, ഇവിടെ എല്ലാരും ബോറടിച്ചിരിക്കുന്നു. വരും വരൂ. ഓ വരുമെന്ന് ഞാൻ ഇനിയിപ്പോ അവൻ വല്ലോ വാങ്ങിച്ചു തരണമെങ്കിൽ ഓ ഇത് മുതുക്കൊരു TV ആണ്. നിന്നെ കാട്ടി കൊണ്ടടി, അവളെ കാട്ടി കൊണ്ട്. ഓൾറെഡി ഞാൻ പൊക്കം ഇല്ലെന്നുള്ള പരാതി ഉണ്ട്. എന്തരടി? അത് ശരി, നിങ്ങളെ വിളിച്ചത്. എടി ഗംഗ നീ ഇവിടെ ഉണ്ട്. ഞാൻ ഉണ്ട് പോളയെ കാണാൻ പറഞ്ഞു. എനിക്ക് ചിരിച്ച് പോളയെ കാണാൻ പറഞ്ഞു നമ്മള്. പാലുകാച്ചിന്റെ അന്ന് വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫംഗ്ഷൻ വെച്ചതിന്റെ അന്ന് പനി അടിച്ച് കിടപ്പിലായി പോയി ഞാൻ. അപ്പല്ലേ നീ? ഞാൻ എനിക്ക് എക്സിഡന്റ് പറഞ്ഞു. ആണാ? പൊട്ടിക്കണ്ടേ അത്? എന്റെ പല്ല്. ആഹാ, അവളുടെ ബുദ്ധൻ. എടി എനിക്കൊരു ഹോം ടൂർ വേണം. ചേട്ടാ കമോൺ. ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാം. ആദ്യം ഇത് പൊട്ടിക്കുന്നേ. ഗൈസ്, നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മള് മജു ചേച്ചിയുടെ വീടിന്റെ ഹോം ടൂർ ഇട്ടിട്ടുണ്ട്, നസീർക്കയുടെ വീടിന്റെ ഹോം ടൂർ ഇട്ടിട്ടുണ്ട്, നസീർ സംക്രാന്തിക്കയുടെ വീടിന്റെ ഹോം ടൂർ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗ്ലാമി ഗംഗയുടെ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ പോകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് പ്യൂർലി ഹോം ടൂർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചുമ്മാ ഇരിക്കട്ടോ. നീ ബാംഗ്ലൂരൊക്കെ പോയിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അടുത്താണ് കൊള്ളായിരുന്നു. ഇൻട്രോവേർട്ട് വെളിയിറങ്ങി. ആണാ? അവൾ ഇൻട്രോവേർട്ട് ഒക്കെ മാറി തുടങ്ങിയെന്ന് പറഞ്ഞു. ആഹാ, അത് ഇൻട്രോവേർട്ട് അല്ലേ? ഞാനും നീ എക്സ്ട്രോവേർട്ട്. ആരെ കണ്ടാലും പറഞ്ഞു. ഞാനും ഒരു പാതി ഇൻട്രോവേർട്ട് ആണ്. സത്യമായിട്ട് ആണ് ആണ്. എന്താടി? കൊള്ളും കൊള്ളും. പറ്റും 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 പറ്റും. എടി എന്തോ TV വെച്ച് ഡാൻസ് കളിക്കണ. 3 പേരെ പൊതിയുടെ രീതി കൊണ്ട് കേട്ടോ TV. മകളെ, ഇതാണ് TV. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആള് വരും. ഞാൻ മറന്നുപോയി. അപ്പൊ തിരിച്ചെടുത്ത് വെക്കട്ടാ. ആൾക്കാർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഓ, വിഭവസമൃദ്ധമായ വീട്ടിലെ ഊണ്. നീ ഉണ്ടാക്കിയാണോ മക്കളെ? അവിടെ മേലോട്ട് നോക്കി ഓർഡർ. മാമിയുടെ പ്രിപ്പറേഷൻ ആണ്. അടിപൊളി. ഓഹോ, കണ്ടിട്ട് തന്നെ കൊതിയാവണം. നീ അടുക്കള കയറി പോവരുത്. ആണാടാ? അതിലെന്തോ ഒരു കൊള്ളിക്കലില്ലേ എന്നൊരു സംശയം. ഒരു സമാധാനം. നല്ല പുറത്തിച്ചൊക്കെ പുളിശ്ശേരിയാണ് കേട്ടാ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഉരുളാക്കണം. ആഹാ, അടിപൊളി. കഴിച്ചിട്ട് വരാം. മച്ചാനേ, ഇത് പിടിക്കണേ. ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം ഇത് നമ്മൾ പൊളിയും. ഓക്കെ, എല്ലാരും എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മളിവിടെ പൊളിച്ചെടുക്കും. ഗൈസ്, ഇവിടെ ഇരുന്ന് ചില്ലടിച്ച് വൈകുന്നേരമായി. ഇന്ന് നമുക്ക് കരിയം ദേവി ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്വീകരണവും ഒരു ചെറിയ ഒരു പുരസ്കാരം സെറ്റപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ കാരണം ഇന്ന് രാത്രി ഫുള്ള് നമ്മൾ ഇവിടെയാണ്. നമ്മൾ ഇന്ന് ഇവിടെ പൊളിക്കാൻ പോവുകയാണ്. മക്കളെ, നമ്മൾ ഹോം ടൂർ
എങ്ങനെ ഉണ്ടായിരുന്നു എടുത്തത്? അടിപൊളിയായിരുന്നു. സെറ്റ് ആയിരുന്ന? സെറ്റായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശരി? ശടപടേ ശടപടേന്ന് കുറച്ച് പ്രൊഫഷണൽ ആയി പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഹോം ടൂറിന് അത് കറക്റ്റ് ആണെന്ന് തോന്നല്ലേ? enjoy ചെയ്തു പക്ഷെ. അയ്യോ ഇതാരടി ഇത്? ഇത് ആരുടെ പോളോ കുഞ്ഞ് കാർത്തിക് സൂര്യ മാമൻ നാണ്ട് കണ്ട ഹച്ചിസൂര്യ മാമ എന്റെ വീട്ടില്. നിനക്ക് രണ്ട് മോനാകുമ്പോ ചേട്ട മാമനാ. മാമനാണോ? രണ്ട് ചേച്ചിമാരുണ്ട് വീട്ടില്. നീ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ അവര് ഇത്ര കാണുള്ളൂ. മാമി TV ഇഷ്ടപ്പെട്ടാ മകളെ? ഇഷ്ടപ്പെട്ടാ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് പടയെന്നും പറഞ്ഞു വരാം. ഓക്കെ അച്ചു ജീജി പോയിട്ട് വരാം. ടാറ്റ. ആ പോയിട്ട് വരാടാ. ഓക്കെ ഞങ്ങൾ ഇനി അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. ടാറ്റ. അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. ഗൈസ് വീട്ടിൽ വന്ന് ഒരു മുണ്ടും ഒരു കുർത്തയൊക്കെ ഇട്ട് ഞാൻ സെറ്റായി. ഇവിടെ വന്ന് നോക്കിയാണ് ഗൈസ് കംപ്ലീറ്റ് ഇവിടെ ഒതുക്കി വെച്ചേക്കാണ്. ഇത് അച്ഛന്റെ പണിയായിരിക്കും. ഞാനില്ല, ഞാൻ ചൂടായോണ്ട് ഞാൻ പോയി. ഞാൻ രാവിലെ 10 മണിയോട് ചാർജർ കിടന്നായിരുന്നു. അത് കിട്ടി വന്നിട്ട് കിട്ടിയില്ലല്ലേ? അത് എവിടെ പോയി? എനിക്ക് തോന്നുന്നത് സ്റ്റുഡിയോ ഉണ്ടാവും. സ്റ്റുഡിയോയിൽ ഓഫീസ് റൂമിനകത്തോ എഡിറ്റിംഗ് റൂമിനകത്തോ ഒന്ന് ചെക്ക് ചെയ്തു. അച്ഛാ സന്ദീപിന് TV വാങ്ങിച്ചു കൊടുത്ത്. അടിപൊളി, നന്നായി. അമ്മയുടെ അച്ഛന്റെ ഞാൻ അന്ന് വാങ്ങിച്ചു തന്നില്ലായിരുന്ന സെയിം അതേപോലത്തെ TV. ഇതേപോലത്തെ TV അവന് ഇഷ്ടപ്പെട്ട്. ബ്രാൻഡ് എനിക്കറിയില്ല. അവ ഏതോ ഒരെണ്ണം എടുത്തതാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അവൻ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുത്തു. 2 സെറ്റാണ്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. റോഡിലോട്ട് കയറാം. ഓക്കെ ഗൈസ്, ഞാൻ ലേറ്റ് ആയി, നമുക്ക് പെട്ടെന്ന് പോവാം. ഗൈസ് ഇവിടെ അമ്പലത്തിൽ എത്തിയോ പരിപാടിയൊക്കെ തുടങ്ങി. നൈസ് ഒരു സൈഡിൽ കൂടെ കയറാം. ജനസഹായങ്ങളുടെ വിതരണത്തിനായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർന്നതായി കൂടി കഴിഞ്ഞ അച്ഛാ പരിപാടി. അച്ഛന് പുരസ്കാരവും പൊന്നാടെ അമ്മ അണിയിക്കാൻ പോകുന്നു. അണിയിക്കടിയെന്ന് ആഹാ പൊതിഞ്ഞു വെച്ച് സ്വാമിയാക്കി കളശം വെച്ചന. പുരസ്കാരം വാങ്ങിക്കണ വീഡിയോ എടുക്കാനായിട്ട് സന്ദീപിന്റെ ഞാൻ ക്യാമറ എടുത്തായിരുന്നു ഗൈസ്. അവൻ ഫോട്ടോ എടുത്തു, അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ കാണും. കൊള്ളായിരുന്നു അച്ഛാ. ഇരുന്ന് പോസ്റ്റ് ആയി എന്നുള്ളതല്ലാതെ. ആണോ? ഇഷ്ടപ്പെട്ടോ അച്ഛന്? ആണോ? ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ പ്രസംഗമൊന്നും. ഓക്കെ ഗൈസ്, അപ്പോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനി നേരെ നമ്മൾ ഗംഗയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകും. അവിടെ എല്ലാവരും ഉണ്ട്. രാത്രി ഇന്ന് അവിടെയാണ് സ്റ്റേ. അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. എറണാകുളത്തോട്ട് പോകണം. നാളെ മുടി ഒന്ന് കാണിക്കാനായിട്ട് പോകുന്നു. അപ്പൊ മുടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നാളെ തരാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെയ്തിട്ട് ഇപ്പൊ 3 മാസമായില്ല, എന്തായി എന്നുള്ള അതിനുള്ള ഉത്തരം അടുത്ത വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ അടുത്ത വ്ളോഗ് ഹോം ടൂർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഞാൻ തരുന്നതായിരിക്കും. ബൈ ബൈ.